ഗ്ലാസ് ക്യാപ്പാണ്. അതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് തച്ച് വെക്കണം നമ്മൾ. പിന്നീട് ഒരു ഫോം ഷീറ്റ്, കാർഡ്ബോർഡും ഫോം ഷീറ്റും കണക്ട് ചെയ്യാൻ നമുക്ക് ആവശ്യം റബ്ബർ ബാൻഡുകളാണ്. 4 എണ്ണമാണ് നമുക്ക് ആവശ്യം. ഇനി അടുത്ത് ഫോം ഷീറ്റിലേക്ക് നമ്മുടെ വെട്ടിയെടുത്ത കാർഡ്ബോർഡ് വെച്ച് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് ടൈ ചെയ്ത് നമ്മൾ വെക്കേണ്ടതാണ്. അതിനുശേഷം അത് ഇങ്ങനെ ഉണ്ടാകും. അതുപോലുള്ള 2 എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് നമുക്കിനി നമ്മുടെ തൊപ്പിയിലേക്ക് കണക്ട് ചെയ്യാം. അടുത്തായി നമ്മൾ ഇതുപോലത്തെ 2 ചെറിയ കാർഡ്ബോർഡ് പീസസ് വെട്ടിയെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഫോം ഷീറ്റിന്റെ മേളിലേക്ക് ഇത് ഒട്ടിച്ചു വെക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് ഇങ്ങനെ ഉണ്ടാകും. ഇനി ഈ ഭാഗം വെച്ചാണ് നമ്മൾ നമ്മുടെ തൊപ്പിയിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത് നമ്മൾ ആ തൊപ്പി എടുത്ത് വെക്കുകയാണ്. ഇനി ഇത് നമ്മൾ അവിടെ ഒട്ടിച്ചു വെക്കാൻ പോകുന്നു. നമ്മുടെ സൂപ്പർ ഗ്ലൂ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം നമ്മളവിടെ. ഇനി ഒരു ബലത്തിന് വേണ്ടി നമ്മൾ അവിടെ സ്റ്റേപ്ലർ പിൻ കൂടി അടിക്കുകയാണ്.
ഇപ്പോൾ നമ്മളത് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഹെൽമെറ്റിൻ്റെ ആ സൈഡ് പാർട്ട് ഒന്നും കൂടി ഉറപ്പിക്കുന്നതിന് ഞാൻ ഹോൾ ഇട്ടിട്ട് വയർ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ആ വയർ ഒന്ന് അതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. സൈഡും കണക്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഇരിക്കും. അടുത്തിനെ നമ്മുടെ ഹെൽമെറ്റിന്റെ ഗ്രിൽസ് റെഡിയാക്കാനായി ഞാൻ ആദ്യമായി ഒരു കമ്പി ഇങ്ങനെ എടുത്ത് വളച്ചു വെച്ചിട്ടുണ്ട്. അതിനെ നമ്മുടെ ആ പാർട്ടിലേക്ക് സൈഡ് പാർട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. ആദ്യം തന്നെ ആ ഫോമിലേക്ക് നമ്മുടെ ഈ മെറ്റൽ റോഡ് കുത്തി ഇറക്കണം നമ്മൾ. അതേപോലെ തന്നെ അടുത്തതിലേക്കും നമ്മൾ അത് ചെയ്യണം. നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ പാർട്ട് നമ്മൾ അതിന്റെ താഴത്ത് നിന്നാണ് കണക്ട് ചെയ്യേണ്ടത്. ഞാൻ രണ്ടാമത്തെ മെറ്റൽ റോഡ് എടുത്ത് അതിന്റെ രണ്ടറ്റങ്ങളും ഇങ്ങനെ വളച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ അത് ചെയ്യണം. ഇനി നമുക്കത് അതിലേക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിന്റെ ഈ താഴ്ഭാഗത്ത് കൂടി വേണം നമ്മളത് കണക്ട് ചെയ്യാൻ. ഈ റൗണ്ട് പാർട്ട് എടുത്ത് നമ്മൾ ഇങ്ങനെ വെക്കണം. കൃത്യമായി തന്നെ നമ്മൾ അത് അതിന്റെ ഇതുവഴി പാസ് ചെയ്ത് വിടണം. നമ്മളത് ആ ഫോം ഷീറ്റിലേക്ക് നല്ലവണ്ണം ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചെടുത്ത് നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ച് അത് ഒട്ടിച്ച് വെക്കണം. അല്ലെങ്കിൽ അത് ഊരി വീഴും. അതുപോലെ തന്നെ ഇനി അപ്പുറത്തും നമുക്കത് ഒട്ടിച്ച് വെക്കാം. നല്ലവണ്ണം അത് ഫിക്സ് ചെയ്തിരിക്കണം അവിടെ. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ പാർട്ട് ഒന്നും കൂടി ശക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെ താഴത്തൊരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ വയർ ഇൻസേർട്ട് ചെയ്ത് ആ കമ്പിയെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കുക. ഇപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു രണ്ടാമത്തെ പാർട്ട്. ഇനി ആദ്യത്തെ പാർട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ച് വെക്കാം സൂപ്പർ ഗ്ലൂ വെച്ച്. ഓക്കെ, ഇപ്പോൾ നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ താഴത്തെ ഒരു ലെയർ കൂടി നമുക്കത് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ മറ്റൊരു കമ്പി കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടറ്റവും ഞാൻ ഇങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ട്. അതാവുമ്പോൾ നമുക്ക് അത് ഇവിടെ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇന്ന് ഹെൽമെറ്റ് എടുത്തു. നമ്മൾ നേരത്തെ കെട്ടിവെച്ച റബ്ബർ ബാൻഡിനുള്ളിലേക്ക് ഈ കമ്പി കടത്തിവിടണം. നമ്മൾ അതവിടെ നല്ലവണ്ണം ഫിക്സ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ അത് ചെയ്യണം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഫോം ഷീറ്റിന്റെ ഉള്ളിലേക്കും ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി കഴിഞ്ഞു നമ്മുടെ ഹെൽമെറ്റ്. അടുത്തതായി നമ്മൾ ഈ മൂന്നാമത്തെ റോയും രണ്ടാമത്തെ റോയും തമ്മിൽ അതിന് ജോയിൻ ചെയ്യുന്ന അടുത്ത് വെച്ച് ഒരു വയർ വെച്ച് നല്ല വൃത്തി കെട്ടി കണക്ട് ചെയ്ത് വെക്കണം. അത് ഇതാ ഇങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ കൂടി എടുത്ത് നല്ലവണ്ണം അതവിടെ രണ്ടും കൂടി കണക്ട് ചെയ്ത് ടൈറ്റായിട്ട് കെട്ടി വെക്കണം. അത് കണക്ട് ചെയ്തതിന് ശേഷം എന്താ ഇങ്ങനെ ഇരിക്കും. അത് നമ്മൾ അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ചെയ്യണം. അടുത്തതായി നമ്മുടെ ഹെൽമെറ്റിന്റെ കട്ടി ഒന്ന് കൂട്ടുന്നതിനായിട്ട് നമ്മൾ പേപ്പർ കോൾ ഒട്ടിക്കണം. അതിനായി ഞാൻ ഇങ്ങനെ ഒരു സൊല്യൂഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഫെവിക്കോളും വെള്ളവും കൂടി ചേർന്നൊരു സൊല്യൂഷനാണിത്. അതിലേക്ക് പേപ്പർ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എടുത്ത് ഒട്ടിക്കേണ്ടതാണ്. പേപ്പർ നമ്മൾ അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഹെൽമെറ്റിലേക്ക് ഒട്ടിച്ചു വെക്കണം. ഇതുപോലെ കുറേ നമ്മൾ ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഉണങ്ങാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മൊത്തം ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ നല്ല കട്ടിയുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഹെൽമെറ്റിന്റെ ആ ഒരു ഡിസൈൻ റെഡിയാക്കാനായിട്ട് നമ്മൾ ഇതുപോലത്തെ രണ്ട് മെറ്റൽ റോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പഴയ ഒരു അംബ്രല്ലയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതാ ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ ഉണ്ടാക്കണം. അതുപോലത്തെയുള്ള രണ്ടെണ്ണമാണ് നമുക്ക് ആവശ്യം. അംബ്രല്ലയുടെ ആ ഒരു റോഡാവുമ്പോൾ നമ്മുടെ ഉപയോഗം എന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി ഒരു ഹോൾ കാണും. അതുവഴി നമുക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ആ റോഡിലെ ഹോളിൽ കൂടി നമ്മളൊരു വയർ പാസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെൽമെറ്റിന്റെ ആ ഫ്രെയിമിലേക്ക് നമ്മളത് ഒട്ടിച്ച് വെക്കണം. ഞാൻ കാണിച്ചു തരാം. മൂന്നാമത്തെ ആ മെറ്റൽ റോഡിലേക്ക് അത് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത് വെക്കണം.
ഇപ്പോൾ നമ്മൾ അത് അവിടെ കെട്ടിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ മിഡിലുള്ള ആ പാർട്ടും നമ്മൾ മറ്റൊരു വയർ ഉപയോഗിച്ച് അവിടെ കെട്ടിവെക്കണം. ഇനി അടുത്ത് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നമ്മൾ വളച്ചു വെച്ചിരിക്കുന്ന ഭാഗവും മറ്റൊരു വയർ ഉപയോഗിച്ച് നമുക്കവിടെ കെട്ടിവെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തും കൂടി അത് ഫിക്സ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വേറെ കളേഴ്സ് ആഡ് ചെയ്യാവുന്നതുമാണ്. ഇനി നമുക്കിത് പരിശോധിക്കേണ്ട സമയമാണ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ആവശ്യം ഇതുപോലുള്ളൊരു ബലൂണാണ്. ഈ ബലൂണിൻ്റെ എൻഡ് നിങ്ങൾ ഒരിക്കലും കെട്ടരുത്. ഞാനവിടെ റബ്ബർ ബാൻഡ് ഇട്ട് ടൈ ചെയ്താണ് വെച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ എയർ നമുക്ക് വെളിയിലേക്ക് കളയേണ്ടതാണ്. അടുത്തായിട്ട് നമുക്ക് ആവശ്യം ഫെവിക്കോളാണ്. ഈ ഫെവിക്കോൾ ഞാൻ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫെവിക്കോളിൻ്റെ ആ സൊല്യൂഷൻ എടുത്ത് ബലൂണിലേക്ക് തേച്ച് അവിടെ ഇതുപോലുള്ള പേപ്പർ നമ്മൾ ഒട്ടിച്ചു വയ്ക്കും. ഇതുപോലെ നമ്മൾ 3 ലെയറുകൾ വരെ ചെയ്തെടുക്കണം. എന്നാലും നമുക്ക് ആവശ്യമുള്ള കട്ടി കിട്ടുകയുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒരു പകുതിയോളം ചെയ്താൽ മതിയാവും. അത് അപ്പോഴേക്കും നമ്മുടെ ക്യാപ്പിൻ്റെ ഷേപ്പ് ആവും. ഞാനിപ്പോൾ അത് ഏകദേശം ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ആ ഹെൽമെറ്റിൻ്റെ ക്യാപ്പിൻ്റെ ഷേപ്പിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പകുതിയോളം ചെയ്താൽ മതിയാകും. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഉണങ്ങാൻ വെക്കണം. ഇത് ഒരു ദിവസം എടുക്കും ഉണങ്ങാൻ. ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുന്ന ആ ടൈ അങ്ങ് അഴിച്ചു കളയുക. പതിയെ അതിൻ്റെ കാറ്റ് നമ്മൾ വെളിയിലേക്ക് വിടുക. നമ്മൾ ആ ബലൂണിൻ്റെ കാറ്റ് അഴിച്ചു വിടുമ്പോൾ നമുക്കിതാ കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പിൽ നമ്മുടെ ആ തൊപ്പി കിട്ടും, ക്യാപ്പ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കട്ടി കൂട്ടാനായി ഞാൻ ഇതിൻ്റെ അടിയിൽ കാർഡ്ബോർഡ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഞാനിതാ ഇതുപോലുള്ളൊരു സ്ട്രക്ചർ പേപ്പറിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമേ എടുത്ത പേപ്പർ കോളിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ ചുറ്റുമാണ് ഞാൻ പേപ്പർ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനാണ് ഞാൻ അങ്ങനെ അത് ചെയ്തത്. ഇപ്പോൾ അതിനൊരു ഷേപ്പില്ല. നമുക്കതിനൊരു ഷേപ്പ് വരുത്താനായിട്ട് തുണിയിൽ ഒരു റൗണ്ട് ഷേപ്പോളം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഒരു തൊപ്പിയുടെ ഷേപ്പ് അത് ഞാൻ അതിലേക്ക് ഇറക്കി വയ്ക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ തയ്ച്ചു വെച്ച ഒന്നാണ്. ഇപ്പോൾ അത് ആ തൊപ്പിയിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതിന് കുറച്ചൊരു ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ റൗണ്ട് ഷേപ്പായിരുന്നു നമുക്ക് ആവശ്യമുള്ളത്. ഫ്രണ്ട്സ്, ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ വേർട്ട് അബ്സോർബ് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങൾ വെക്കാനുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഫോം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വയ്ക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഞാനതിൻ്റെ ബാക്ക് ഭാഗം കൂടി ഇപ്പോൾ തുണി കൊണ്ട് തച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ട്. നമുക്ക് തന്നെ അത് കാണാം. ഇപ്പോൾ നമ്മുടെ തൊപ്പിയുടെ ക്യാപ്പിൻ്റെ ഭാഗം ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇവിടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഗ്രില്ലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഗ്രില്ല് നിർമ്മിക്കാനായി തന്നെ നമുക്ക് ആവശ്യം എന്താ ഇതുപോലുള്ളൊരു ഡിസൈനാണ്. ഞാനിത് കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് സൈഡിൽ കാണാം, അത് ആ ക്രിക്കറ്റ് ഹെൽമെറ്റിൻ്റെ ഗാർഡിൻ്റെ വരുന്നൊരു പാർട്ടാണ്. ഇത് ഞാൻ കറുത്ത കളർ അടിച്ചിരിക്കുന്നിടത്താണ് ഗാർഡ് വരാനുള്ളത്.
ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഈ നീല കളറിൽ ഞാൻ വരച്ചിരിക്കുന്നിടത്ത് നമ്മുടെ മെറ്റൽ റോഡ് കമ്പികൾ വരാനുള്ള സ്ഥലമാണ്. ഗൈസ്, ഇതാണ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാൻ പറഞ്ഞ ഫസ്റ്റ് ലെയർ ഇവിടെയുണ്ട്. സെക്കൻഡ് ലെയർ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ എടുത്ത നമ്മുടെ ഈ റൗണ്ടിൽ നിന്ന്, ഈ ഒരു ആർക്കിൽ നിന്നുമാണ് ഞാൻ സെക്കൻഡ് ലെയറിലേക്കുള്ള കമ്പി പിടിപ്പിച്ചിരിക്കുന്നത്. അതിങ്ങനെ വന്നിട്ട് നേരെ റൗണ്ടായിട്ട് ഞാൻ അപ്പുറത്തെയും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ലെയർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ ഇവിടെ നിന്നാണ് ആ കമ്പി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്നത് താഴേക്ക് പോയിട്ട് അതേപടി അപ്പുറത്തേക്കാണ് പോകുന്നത്. നമ്മുടെ ഗ്രില്ലിൻ്റെ വർക്ക് ഏകദേശം ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ലെയേഴ്സ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ലെയർ എപ്പോഴും അല്പം മുൻപിലോട്ടായിരിക്കണം, സെക്കൻഡ് ലെയർ അതിൻ്റെ പിറകിൽ, തേർഡ് ലെയർ അതിൻ്റെയും പുറകിൽ. അങ്ങനെ ഒരു ഷേപ്പിലായിരിക്കണം ഇതിരിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഭാഗം, ഇവിടെയാണ് ഗാർഡ് വരുന്നത്. അവിടേക്ക് കമ്പി ഒട്ടിക്കേണ്ട ഭാഗമാണ് ഞാനിവിടെ നീല കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗമെല്ലാം വൈറ്റ് പാർട്ട് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. ഇപ്പോൾ നമ്മളിവിടെ കമ്പി ഒട്ടിക്കാൻ പോവുകയാണ്. അതിനായിട്ട് തന്നെ ഞാനിതാ അതിൻ്റെ ഷേപ്പിലുള്ള ഒരു കമ്പി എടുത്തിട്ടുണ്ട്, വളച്ചെടുത്തിരിക്കുകയാണ്. അതിനെ ഇവിടെ ഒട്ടിക്കണം. ഈ കമ്പിയുടെ മുകളിൽ കൂടിയായിരിക്കണം ഇത് വരേണ്ടത്. ഇപ്പോൾ അത് ഏകദേശം കറക്റ്റ് ആംഗിളിൽ വന്നു കഴിഞ്ഞു. അത് അവിടെ വെച്ച് ഒട്ടിക്കുക. ഇതുപോലെ നമ്മൾ രണ്ടിടത്തും ചെയ്യണം. ഞാൻ അപ്പുറത്തെ ഭാഗത്ത് ആ കാർഡ്ബോർഡ് അങ്ങ് ഇളക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്കത് പിന്നീട് ആയാലും ഒട്ടിക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസ് ലെയറിങ് കാണിച്ചു തരാനാണത്. ചില ഹെൽമെറ്റുകളിൽ ഇവിടെ ഗാർഡ് വരാത്ത രീതിയിൽ കമ്പി ഇങ്ങനെ മാത്രം വെക്കുന്ന തരത്തിലുള്ള ഫോട്ട്സുമുണ്ട്. നിങ്ങൾക്ക് സൈഡിൽ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താവുന്നതാണ്. ഗാർഡ് വെച്ചാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇപ്പോൾ ഞാൻ ആ 3 കമ്പികളെയും കണക്ട് ചെയ്യുന്ന ഇതിൻ്റെ നടുക്കിൽ വരുന്ന കമ്പി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനും കറക്റ്റായിട്ടൊരു ആംഗിൾ ഇരിക്കണം. ഇത് ആംഗിൾ നിങ്ങൾക്ക് സൈഡിലെ ഫോട്ടോയിൽ കാണാം. നിങ്ങളത് കറക്റ്റായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. ഇവിടെയും ഒന്നും പിന്നെ ഇവിടെ ഒന്നും കൂടി വരണം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പികളെടുത്താൽ കൂടുതൽ സുരക്ഷ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാനത് ഒട്ടിച്ചത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ ആ ഫോട്ടോ കാണിച്ചു തന്നിരുന്നു. അതിൽ പ്രകാരം അത് ഒട്ടിച്ചെടുത്താൽ മതിയാകും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതാ ഇതുപോലത്തെ 2 പ്ലാസ്റ്റിക് പീസ് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള 2 പ്ലാസ്റ്റിക് പീസാണ്. നമ്മുടെ ഈ ഗാർഡിൻ്റെ ആ ഷേപ്പിൽ വരുന്നതാണ്. ഇത്തിരി കൂടി പ്രൊട്ടക്ഷൻ ആഡ് ചെയ്യാനാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് കളികളിൽ ഈ ഹെൽമെറ്റ് ഉപയോഗിക്കാൻ താല്പര്യമില്ല എങ്കിൽ ഇത് നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് കുറച്ചെങ്കിലും കളികളിൽ ഇത് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റിൽ ഈ ഗാർഡ് വരുന്ന ഭാഗം വെട്ടിയെടുത്ത് അവിടെ ഒട്ടിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാനത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചെങ്കിലും പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. നല്ല കട്ടിയുള്ള ഭാഗമായി കഴിഞ്ഞു അത്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ വർക്ക് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആണ്. അടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഗ്രില്ലിനെ നമ്മൾ നമ്മുടെ ക്യാപ്പിലേക്ക് ഒട്ടിക്കാൻ പോവുകയാണ്. ഞാൻ നമ്മുടെ ക്യാപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാപ്പ് ആണ് അതിൻ്റെ ഫ്രണ്ട് പാർട്ട് വരുന്നത്. അതിൻ്റെ 2 സൈഡിലായിട്ടാണ് നമ്മൾ നമ്മുടെ ഗ്രില്ല് വെക്കാൻ പോകുന്നത്. ഏകദേശം ഇങ്ങനെയായിരിക്കും അത്. ഈ സൈഡ്സ് വെച്ച് തന്നെ അങ്ങ് അവിടെ ഒട്ടിച്ചാൽ മതിയാകും. ഇപ്പോൾ അത് ഒട്ടിക്കാൻ പോവുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ, ഇപ്പോൾ ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് കാണാം. നമ്മുടെ ഹെൽമെറ്റിൻ്റെ വർക്ക് ഇപ്പോൾ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആണ്. സൈഡ്സ് നല്ല പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്കിത് കളിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കമ്പികൾ നല്ല സ്ട്രോങ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കളിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് കളിക്കിടയിൽ ഇഞ്ചുറി പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൽ കുറച്ച് എക്സ്ട്രാ ആഡിങ് വർക്ക്സ് ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഹെൽമെറ്റിനൊരു നെക്ക് ഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫോം ഷീറ്റിൽ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഈ ഡിസൈനിൽ അത് വരച്ചൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഒരു ഓവർവ്യൂ ഞാനിവിടെ തരാം. നമ്മുടെ ഹെൽമെറ്റ് ഏകദേശം ഞാൻ പറഞ്ഞ ഫോർമ ആക്സിസ് പ്രോ എന്ന ആ ക്രിക്കറ്റ് ഹെൽമെറ്റിൻ്റെ ഒരു മോഡൽ ഉണ്ട്. ഏകദേശം എന്തായാലും നമ്മളിത് വിജയിച്ചിട്ട് ഉണ്ട് എന്ന് പറയാനാവില്ല, കാരണം കറക്റ്റായിട്ട് അതിൻ്റെ ഒരു മോഡൽ നമുക്ക് കിട്ടിയിട്ടില്ല.